ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങൾ മന്തി കഴിക്കാൻ പോവാണ്. ബാംഗ്ലൂർ അങ്ങനെ മന്തിക്കടയായിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പോൾ പുതിയതായിട്ടൊന്ന് വന്നിട്ടുണ്ട്, നെഹദി മന്തി. സോ ഓൾറെഡി ഞങ്ങൾ ലേറ്റായി, ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്താമെന്നുള്ള വിചാരത്തിലാണ് പോകുന്നത്. അറിയില്ല, അപ്പോൾ നമുക്ക് ട്രാഫിക് ഇതുവരെ കിട്ടിയില്ല. ഈ ജംഗ്ഷനാണ് മെയിനായിട്ട് ട്രാഫിക് കിട്ടാറുള്ള സ്ഥലം, പക്ഷെ ഇവിടെ അധികം ട്രാഫിക് ഇല്ല. അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കോളേജ് ഫ്രണ്ട്സാണ്. അവർ ഇവിടെ ഈ പാലം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരെ മീറ്റ് ചെയ്യണം. സ്റ്റാൻഡിൽ നിൽക്കാന്നാ പറഞ്ഞു, സൈഡിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കാന്ന്. അതാ ലെഫ്റ്റ് സൈഡ് കണ്ടോ, അങ്ങോട്ട് പോ, ഈ ഓട്ടോ പോകുന്ന സ്ഥലം. ഇനി വേറെ 2 പേര് കൂടി ഉണ്ട്. അവർ ബൈക്കിൽ ഫ്രണ്ടിൽ പോയി നമ്മളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുക. അവർ ഫോൺ വിളിച്ച് കിട്ടുന്നില്ല. ആ ഗ്യാപ്പിൽ ഞാൻ ഈ ഫ്രണ്ട്സ് എങ്ങനെ പരിചയപ്പെട്ടെന്ന് പറയാം. ഞാൻ വിക്ടോറിയയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് BSc മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആഷാദ് അവിടെ. അതേസമയം BCom കഴിഞ്ഞ് PG ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിഷ്ണുവേട്ടനാണെങ്കിൽ ഞാൻ കോളേജിൽ ചേർന്ന് അന്ന് തൊട്ടിട്ട് എന്നെ റാഗ് ചെയ്ത് ഒരു മനുഷ്യനാണ്. വിഷ്ണുവേട്ടൻ BCom ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ് പ്രവീണേട്ടനും ഷിബിനും. അപ്പോൾ ഇവരെല്ലാവരും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളെല്ലാവരും വെറുതെ ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി പുറത്തു പോകും. എന്ത് ഭംഗിയാണല്ലേ ബന്ധങ്ങൾ. സോ എപ്പം ഞങ്ങൾ ഈ വഴി പോകുമ്പോഴേ ഈ പാലം കയറി പോകാറുണ്ട്. അത് ഈസിയസ്റ്റ് റൂട്ടല്ല. അപ്പോൾ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകണമെന്ന് ഓർമ്മ വെച്ച് ഞങ്ങൾ പോവുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് തിരിഞ്ഞു പോയി. അപ്പോൾ കുറച്ചും കൂടി ട്രാഫിക് കിട്ടി കറങ്ങിയ അവസാനം നെഹദി മന്തി അതന്നെ അവിടെ എത്തി. അപ്പോൾ ആദ്യം തന്നെ അവിടെ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചായ കിട്ടും, ഏലക്കയോ എന്തൊക്കെയോ ഇട്ട് ഹണിയൊക്കെ ഇട്ട് അടിപൊളി ചായ. വിഷ്ണുവേട്ടൻ്റെ അവിടെ ആക്ഷനൊട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡിന് ശേഷമാണിത് കഴിക്കേണ്ടത്, പക്ഷേ അങ്ങനെയൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിൽ കുടിക്കാം എന്നുള്ള വൈബാ. ഇത്രയും തിരക്കുണ്ട് അവിടെ. ഞങ്ങൾ പുറത്താണ് വെയിറ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? ഞാൻ ആരെ നാട്ടിൽ നീ നാട്ടിൽ കൊണ്ടു ചേട്ടാ അജ്മൽ 7 പേരില്ല, വിഷ്ണു 6 പേരുണ്ട്, വേണം. കഴിച്ചു കഴിഞ്ഞു. ഇവിടെ അവർ ലോഡ് കണക്കിന് ഇട്ട് ഇവിടെ മത്സരം പോലെ ആരെത്ര എടുത്തു എന്ന് ചോദിച്ച് ഇരിക്കുകയാണ്. ഇതിപ്പോൾ 2ാമത്തെ വട്ടം ഓൾറെഡി വീണ്ടും കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇവർ മത്സരമാണ് ശരിക്കും, ആരെത്ര എണ്ണം കഴിച്ചെന്ന് ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ സഭ പിരിയാറായി. നമ്മളൊരു ലൈമ് കൂടി പറഞ്ഞിട്ടുണ്ട്. യൂഷ്വലി മോനുവിൻ്റെ ലൈമിൽ നിന്ന് പകുതി കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ പുറത്ത് നടക്കാനായി നിൽക്കുകയാണ് ഇതൊക്കെ ഒന്ന് ദഹിക്കാൻ. രാത്രി ഒരു 12 മണി ആവാറായിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് കാണാം ഫുള്ള് ട്രാഫിക്കാണ്. ബൈ ബൈ. ഓടില്ലേ? എന്റെ ഫ്രണ്ട്സാ എന്നോടൊരു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഓക്കെ പൊങ്ങട്ടെ. മതി.
അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അസോസിയേഷൻ്റെ അകത്ത് കയറി 12:40 ഓക്കെ, ഗുഡ് നൈറ്റ്. ഇന്ന് എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടാറ്റാ, ബൈ ബൈ. So if you like the video, please do like, share and subscribe to my channel. Thank you.